ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ പ്രാക്ടിക്കൽ സർക്യൂട്ടിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസുകൾ, അതായത് കപ്പാസിറ്ററിനെ കുറിച്ചും ബയാസിങ് സർക്യൂട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ് റിവേഴ്സലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു ഫേസ് റിവേഴ്സൽ അല്ലെങ്കിൽ ഫേസ് റിവേഴ്സൽ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ്റെ ഒരു സർക്യൂട്ട് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടായിരുന്നു നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയാസിങ് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ബയാസിങ് സർക്യൂട്ടിലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിം ഷേപ്പുള്ള എന്നാൽ സ്ട്രെങ്ത് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സാണ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബയാസിങ് സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. മാത്രമല്ല, ഈ ബയാസിങ് സർക്യൂട്ടിലൂടെ നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് റിവേഴ്സലിനെ കുറിച്ചാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അതിൻ്റെ 180 ഡിഫറൻസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ദ ഫേസ് ഡിഫറൻസ് ഈസ് 180 ഡിഗ്രി ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് in a common emitter amplifier. That is called a phase reversal. The phase difference of 180 degree between the signal voltage, അതായത് AC signal, and output voltage in a common emitter amplifier is known as the phase reversal. അപ്പോൾ സിഗ്നൽ വോൾട്ടേജും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലൊരു 180 ഡിഫറൻസ്, അതായത് നമ്മൾ ഇൻപുട്ട് ഈ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആംപ്ലിഫൈഡ് സിഗ്നലായിരിക്കും, പക്ഷേ 180 ഡിഫറൻസിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ തരത്തിലുള്ളൊരു ഇതിന് പറയുന്ന പേരാണ് ഫേസ് റിവേഴ്സൽ എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇൻപുട്ട് സിഗ്നൽ ഒരു പോസിറ്റീവ് സെൻസിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഒരു നെഗറ്റീവ് സെൻസിലായിരിക്കും ഇൻക്രീസ് ചെയ്യുക. അതായത് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷേ അത് നെഗറ്റീവ് സെൻസിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിനു വേണ്ടി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. NPN ട്രാൻസിസ്റ്ററാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. RC, ഇത് വോൾട്ടേജ് ഡിവൈഡറിന് വേണ്ടി സ്റ്റെബിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 റെസിസ്റ്റൻസാണ് R1 R2. ദെൻ ബയാസിങ്ങിന് വേണ്ടി എമിറ്റർ റെസിസ്റ്റൻസ്, ബൈപ്പാസ് കപ്പാസിറ്റൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ C ഇൻ വരുന്നുണ്ട്. കപ്ലിങ്ങിന് വേണ്ടി CC എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് അക്രോസ് ദ ഗ്രൗണ്ട് ആൻഡ് കലക്ടറിൻ്റെയും കലക്ടർ ടെർമിനലിൻ്റെയും ഗ്രൗണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ എങ്ങനെ ഡിഫറൻസ് വരുന്നത് എന്നാണ് നമുക്കിനി മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് സിഗ്നൽ എന്ന് പറയുന്നത് അക്രോസ് ദ, അതായത് ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, മീൻസ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VCEക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കിർച്ചോഫ് റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, VCC സീക്വൽ ടു, നമ്മൾ ഇവിടുന്ന് ഒരു കിർച്ചോഫ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ VCC സീക്വൽ ടു IC RC പ്ലസ് VCE എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. നമ്മളിവിടെ സിഗ്നലും പ്ലസ് VCC ഉള്ളതുകൊണ്ട് കറൻറ്റിന് നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ കറൻറ്റ് സ്മോൾ I ക്യാപിറ്റൽ C എന്നുള്ള വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. അപ്പോൾ കിർച്ചോഫ് റൂൾ പ്രകാരം നമ്മൾ ഈ രീതിയിൽ എഴുതുന്നു. ദെൻ VCE സീക്വൽ ടു, കാരണം അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ VCE സീക്വൽ ടു VCC മൈനസ് IC RC എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
ഓക്കെ, ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നോക്കാം, നമ്മളൊരു സിഗ്നൽ വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഈ സിഗ്നൽ വോൾട്ടേജിൻ്റെ ഫലമായിട്ട് ബേസ് കറൻറ്റ് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ബേസ് കറൻറ്റ് അവിടെ ഇൻക്രീസ് ചെയ്തു. ബേസ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കളക്ടർ കറൻറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സിഗ്നൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ IB എന്ന് പറയുന്ന ബേസ് കറൻറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. ബേസ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും IC എന്ന് പറയുന്നത് ടോട്ടൽ കളക്ടർ കറൻറ്റും അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ VCC എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ VCC ഒരു കോൺസ്റ്റൻ്റ് ആണ്. IC എന്നുള്ള വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ VCE എന്ന് പറയുന്നത് എന്ത് ചെയ്യും, VCC ഒരു കോൺസ്റ്റൻ്റ് ആണ്, ICയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരാണ്. RC എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ VCE എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മളൊരു പോസിറ്റീവ് സൈക്കിളാണ് അവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് സൈക്കിളായിരിക്കും. നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് പോസിറ്റീവ് സിഗ്നൽ ഹാഫ് സൈക്കിളിൽ ഒരു പോസിറ്റീവ് സെൻസിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VCE എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അത് നെഗറ്റീവ് സെൻസിലായിരിക്കും അത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്നതിന് പകരം RCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ, RCക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട്, അതായത് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ ക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇനി RCക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇവിടെ സിഗ്നൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബേസ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. ബേസ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കളക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. കളക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ RCക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫേസ് റിവേഴ്സൽ അല്ലാത്ത വോൾട്ടേജ് ആയിരിക്കും. അക്രോസ് ദ VCE ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫേസ് റിവേഴ്സലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും കിട്ടാം. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ കൊടുത്ത സിഗ്നലിൽ അതേ ഫേസിൽ തന്നെ ആയിരിക്കും, അതായത് ഇൻ ഫേസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇത് ഫേസ് റിവേഴ്സലായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യുക, കാണാൻ പറ്റുന്നത്. ഇതാണ് ഫേസ് റിവേഴ്സലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്നുള്ളത്. ഈ ഒരു കേസ് തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഡിസ്കസ് ചെയ്യാം, ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഫോം വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇതിനൊന്ന് ഡിഫറൻഷ്യൽ ചെയ്യുകയാണ്. അപ്പോൾ DVCE = ഇങ്ങനെ ഇതാ, VCC എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് DICRC എന്ന് എഴുതാം. കാരണം ICയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 0 എന്നുള്ളൊരു വാല്യൂ ആണ്. സോ 0 എന്ന് ഇപ്പോൾ നെഗറ്റീവ് DICRC എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ചേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി, അതായത് മൈനസ് അവിടെ സൂചിപ്പിക്കുന്നത് 180 ഡിഫറൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെഗറ്റീവ് സിമ്പിൾ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്മോൾ VCE ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം കേട്ടോ. കാരണം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് അവിടെ ഇൻപുട്ടിൻ്റെയും അതായത് AC-യുടെയും DC-യുടെയും വാല്യൂ ആയിട്ടാണ് വരുന്നത്. സോ സ്മോൾ VCE ആയിട്ട് നമുക്കിവിടെ അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫേസ് റിവേഴ്സലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ കേസിലുള്ള AC DC ഇക്വിവാലൻറ്റ് സർക്യൂട്ടിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബേസിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോമൺ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിലെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് വെച്ചിട്ടുള്ള ഒരു DC ആൻഡ് AC ഇക്വിവാലൻറ്റ് സർക്യൂട്ടാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. DC ആൻഡ് AC ഇക്വിവാലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മളൊരു സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു VCC എന്ന് പറയുന്ന ഒരു സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ ഡി സി ആയിട്ടുള്ള കറൻറ്റും അതുപോലെ വോൾട്ടേജും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എ സി ആയിട്ടുള്ള, അതായത് ഫ്ലക്ച്വേറ്റ് ആയിട്ടുള്ള ഒരു കറൻറ്റും അതുപോലെ വോൾട്ടേജും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ എ സി ആയിട്ടുള്ള കറൻറ്റും വോൾട്ടേജും അതുപോലെ ഡി സി ആയിട്ടുള്ള ഒരു കറൻറ്റും വോൾട്ടേജും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ വേ. അതൊരു സിമ്പിൾ വേ ആയിട്ടാണ് നമുക്ക്, അതായത് അനലൈസിങ് ഒരു സിമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഡി സി അനലൈസ് ആയിട്ട് നമ്മൾ ആദ്യം മെഷർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എ സി അനലൈസും ചെയ്യും. ഡി സി അനലൈസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എ സി ഇൻപുട്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കി അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. 0 ആക്കി നമ്മൾ അസ്യൂം ചെയ്യും. അതുപോലെ എ സി അനലൈസിൽ ചെയ്യുന്നത് ഡി സി ഇൻപുട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അനലൈസിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡി സി ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. ഡി സി ഇക്വലൻറ്റ് സർക്യൂട്ട്. ഡി ക്യു ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു എ സി ഇൻപുട്ടുകളെല്ലാം, അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സുകളെല്ലാം, എ സി സോഴ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസ് ടു 0 ആക്കി നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ സിഗ്നലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ കൊടുക്കുകയാണ്. എ സി നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. രണ്ടാമത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റർ. എ സി ഇല്ലെങ്കിൽ പിന്നെ കപ്പാസിറ്ററിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, കാരണം അവിടെ ഫിൽറ്ററിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ കപ്പാസിറ്റർ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്കി വെക്കുന്നു. ഓൾ കപ്പാസിറ്റർ ഓപ്പൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, നമ്മുടെ ട്രാൻസിസ്റ്റർ ഇവിടെ ഒരു ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ആർ സി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ദെൻ ഇവിടെ R1, ഇവിടെ R2. ഈ രീതിയിലായിരിക്കും നമ്മുടെ സർക്യൂട്ട് വരുന്നത്. കാരണം കപ്പാസിറ്റൻസിൻ്റെ CC എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് നമുക്ക് ഒഴിവാക്കാം. Cin എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റൻസ് ഒഴിവാക്കി നമ്മളവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ എ സി കറണ്ട് അല്ലെങ്കിൽ സിഗ്നൽ നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ ബൈപ്പാസ് ചെയ്യേണ്ട കപ്പാസിറ്റൻസ് നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഓക്കെ. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്നാണത് എ സി കറണ്ട് മാത്രമായിരിക്കും IB. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്നാണത് DC കറണ്ട് മാത്രമായിരിക്കും IC. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്നാണത് IE. ദാറ്റ് ഈസ് IE = IB + IC എന്ന് നമുക്ക് എഴുതാം. ഇത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ കേസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കേസിലുള്ള ലോഡ് എങ്ങനെയാണ് കാണുന്നത്, അതായത് DC ലോഡ്. ഇവിടെ നോക്കാം, +VCC എന്ന് പറയുന്ന സിഗ്നൽ IC RC എന്ന് പറയുന്ന സിഗ്നലിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ RE എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസിലൂടെ IE എന്ന് പറയുന്ന കറണ്ടും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബേസ് കറണ്ട് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി സ്മോൾ. ബേസ് കറണ്ട് എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ IC എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, IE എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോഡ് അല്ലെങ്കിൽ +VCC എന്ന് പറയുന്ന ഈ ഒരു സിഗ്നൽ ഈ RCയിലൂടെയും ഈ REയിലൂടെയും പാസ് ചെയ്യുന്നത് സെയിം കറണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിലുള്ള ലോഡ് എന്ന് പറയുന്നത് RC + RE എന്നതായിരിക്കും. എന്തുകൊണ്ടാണ് സമ്മേഷൻ എന്ന് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. RC എന്ന് പറയുന്ന റെസിസ്റ്റൻസും RE എന്ന് പറയുന്ന റെസിസ്റ്റൻസും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ +H നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മാക്സിമം കളക്ടർ എമിറ്റർ വോൾട്ടേജാണ് നമ്മൾ കാണാൻ പോകുന്നത്. മാക്സിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ്.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, അതായത് വി സി സി സീക്വൽ ടു ഇത് മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജ്, മാക്സിമം വി സി ഇ. അപ്പോൾ ഇക്വേഷൻ അപ്പോൾ കിർച്ചോഫ് റൂൾ പ്രകാരം വി സി സി സീക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സിയും ഐ ഇയും ഈക്വലാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വി സി ഇ പ്ലസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ എന്ന് നമുക്ക് എഴുതാം. ഇനി മാക്സിമം വി സി ഇ കിട്ടണമെങ്കിൽ നമ്മുടെ ലോഡ് ലൈനിന് കൺസിഡറേഷൻ എന്തായിരുന്നു? ഇത് വി സി ഇ, ഇത് ഐ സി ആണെങ്കിൽ മാക്സിമം വി സി ഇ കിട്ടണമെങ്കിൽ ഐ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം? 0 കൊടുക്കണം. ഓക്കെ, ഐ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജ് നമുക്ക് കിട്ടുള്ളൂ ഫ്രം ദിസ് ഇക്വേഷൻ. ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ വി സിയുടെ മാക്സിമം വാല്യൂ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഐ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ സിയുടെ വാല്യൂ 0 ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വി സി ഇ സീക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? വി സി സി എന്നതിന് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് എ മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജ്. മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കേസിൽ മാക്സിമം കലക്ടർ കറണ്ട് കാണണം. മാക്സിമം കലക്ടർ കറണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം കലക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ്, ഇത് കാണണമെങ്കിൽ വി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? 0 ആക്കി കൊടുക്കണം. അപ്പോൾ മാക്സിമം കലക്ടർ കറണ്ട് വി സിയുടെ വാല്യൂ 0 ആക്കി കൊടുക്കുകയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ വി സി സി ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. ഫ്രം ദിസ് ഐ സി ഈക്വൽ ടു വി സി സി ഡിവൈഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ മാക്സിമം കലക്ടർ കറണ്ട് കിട്ടണമെങ്കിൽ മാക്സിമം കലക്ടർ കറണ്ട് കിട്ടണമെങ്കിൽ വി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? 0 കൊടുക്കണം. അപ്പോൾ വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് ആർ ഇ എന്ന് കൊടുക്കാം. ഫ്രം ദിസ് ഐ സി ഈക്വൽ ടു വി സി സി ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ. ദിസ് ഈസ് എ മാക്സിമം കലക്ടർ കറണ്ട് അലോങ് ദ ഡി സി ഡി സി ഇക്വലൻറ്റ് സർക്യൂട്ട്. ഓക്കെ, ഇതാണ് എ സി സർക്യൂട്ട് ഇക്വലൻറ്റ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇനി അടുത്ത് എ സി ഇക്വലൻറ്റ് സർക്യൂട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. എ സി ഇക്വലൻറ്റ് സർക്യൂട്ട്. അപ്പോൾ എ സി ഇക്വലൻറ്റ് സർക്യൂട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത് എല്ലാ ഡി സി സോഴ്സ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം? 0 ആക്കി ചേഞ്ച് ചെയ്യാം. എല്ലാ ഡി സി സോഴ്സുകളും 0 ആക്കി ചേഞ്ച് ചെയ്യാം. എല്ലാ ഡി സി സോഴ്സും 0 ആക്കാന്ന് പറഞ്ഞാൽ വി സി സിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നാൽ മതി? 0 കൊടുത്താൽ മതി. രണ്ടാമത്തത് കപ്പാസിറ്റൻസ്. ഡി സി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ കപ്പാസിറ്റൻസ് എല്ലാം നമ്മൾ ഷോർട്ടാക്കി കൊടുക്കുക, ഷോർട്ട് സർക്യൂട്ടാക്കി കൊടുക്കുക. ഒഴിവാക്കാൻ പറ്റില്ല, അതായത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇല്ലാതെ എന്ത് ചെയ്യുക? കണക്റ്റ് കൊടുക്കുക. മറ്റത് ഓപ്പൺ ആക്കായിരുന്നു, ഇവിടെ ഷോർട്ട് സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈ രീതിയിൽ കൊടുക്കാം. അതായത് എമിറ്റർ NPN ട്രാൻസിസ്റ്ററാണ്. നമ്മളൊരു റെസിസ്റ്റൻസ് ഇവിടെ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ കലക്ടറിൽ നിന്ന് RC എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഗ്രൗണ്ട് ചെയ്തു. അതുപോലെ ഒരു ലോഡ് റെസിസ്റ്റൻസ് നമ്മളിവിടെ കണക്ട് ചെയ്തു. ദെൻ R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഒരു സിഗ്നൽ ഇവിടെ കണക്ട് ചെയ്തു. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് VCC എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ കൊടുക്കുന്നില്ല, പകരം നമ്മൾ RCനെ ഗ്രൗണ്ട് ചെയ്തു, RLനെ ഗ്രൗണ്ട് ചെയ്തു, അതുപോലെ R2നെ ഗ്രൗണ്ടും R1നെയും ഗ്രൗണ്ട് ചെയ്തു. സിഗ്നൽ നമ്മൾ കൊടുക്കുന്നു. ബാക്കിയെല്ലാം ഷോർട്ട് സർക്യൂട്ടാക്കി നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ AC സിഗ്നൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് IB ആയിരിക്കും. AC കറണ്ട്. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സ്മോൾ IE. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സ്മോൾ IC എന്നതായിരിക്കും. ഓക്കെ, ഇതാണ് AC ഇക്വാലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. AC ഇക്വാലൻറ്റ് സർക്യൂട്ട്. ഇനി ഇതിൻ്റെ കേസിലുള്ള ലോഡ് റെസിസ്റ്റൻസ് നമുക്ക് കാണണം. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി, അതായത് AC ലോഡ് കാണാൻ വേണ്ടി
റെസിസ്റ്റൻസ്. നമ്മൾ ഔട്ട്പുട്ടിൽ RC RL എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? പാരലലായിട്ടാണ്. സോ ഇക്വാലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് RAC is equal to RC parallel to RL. That is equivalent to RAC is equal to RC RL divided by RC plus RL. This is a load resistance, അല്ലെങ്കിൽ AC ലോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് എന്താണ്? ഇതിൻ്റെ കേസിലുള്ള മാക്സിമം എന്ത് കാണണം? ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഗറിനൊന്ന് മാറ്റി വരക്കാം. സെയിം തന്നെ, അതായത് RC എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് ചെയ്യണം, RLും ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ചേഞ്ച് വരുത്താം, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ കേസിലുള്ള മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജാണ് നമുക്ക് കാണേണ്ടത്. മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജ് നമ്മളിവിടെ സിഗ്നൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു കലക്ടർ എമിറ്റ് കറണ്ട് അവിടെ എന്ത് ചെയ്യും? മാക്സിമം VCE ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ AC സോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു VCE എന്ന് പറയുന്ന ഒരു എമിറ്റ് വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ VCE എന്ന് പറഞ്ഞത് അക്രോസ് ദിസ് ജംഗ്ഷൻ, ഇതാണ് VCE. ഓക്കെ, നമ്മളൊരു AC സിഗ്നൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിഗ്നലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞത് IC ആണ്. ഈ IC എന്ന് പറയുന്ന കറണ്ട് ഏത് റെസിസ്റ്റൻസിലൂടെയാണ് പോകുന്നത്? RAC എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാക്സിമം VCE എന്ന് പറയുന്നത്, അപ്പോൾ മാക്സിമം VCE എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു VCE പ്ലസ് IC ഇൻറ്റു RAC എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ക്യാപിറ്റൽ സ്മോൾ IC ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് AC കറണ്ട് മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ ഇവിടെ AC കറണ്ട് മാത്രമല്ല ഉണ്ടാവുക, പകരം നമ്മൾ സിഗ്നൽ കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു VCE പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ കറണ്ട് എന്നാണത് എന്തായിരിക്കും? ക്യാപിറ്റൽ IC ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണക്ട് ചെയ്തേണ്ടത്. ഓക്കെ, അപ്പോൾ മാക്സിമം VCE എന്ന് പറയുന്നത് VCE സ്റ്റാർ ഈക്വൽ ടു VCE പ്ലസ് IC ഇൻറ്റു RAC. ഇതിൽ VCE എന്ന് പറയുന്നത് ദ കലക്ടർ എമിറ്റർ വോൾട്ടേജ് വെൻ നോട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ്. സിഗ്നൽ അപ്ലൈ ചെയ്യാത്ത സമയത്തുള്ള വോൾട്ടേജാണ് VCE എന്ന് പറയുന്നത്. ഇനി മാക്സിമം കലക്ടർ കറണ്ട് നമുക്ക് കാണണം. മാക്സിമം കലക്ടർ കറണ്ട് IC. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടി ഓൾറെഡി ഒരു IC അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. VCE ഉണ്ടാവും, ആ VCEക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IC അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു AC സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് VCE ഡിവൈഡ് ബൈ RAC ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് IC സ്റ്റാർ ഈക്വൽ ടു IC പ്ലസ് VCE ഡിവൈഡഡ് ബൈ RAC എന്നുള്ള റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഏതിൻ്റെ? AC ഇക്വലൻറ്റ് സർക്യൂട്ട്. അപ്പോൾ ഇതിൽ DC-യുമായിട്ട് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ RAC എന്ന് പറയുന്നത് പാരലലായിട്ടാണ് വരുന്നത്. അതോടൊപ്പം IC എന്നുള്ളൊരു ടേമും കൂടി വരുന്നുണ്ട്. ഇത് വരുന്നത് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു കലക്ടർ എമിറ്റർ വോൾട്ടേജും ഒരു കലക്ടർ കറണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വെൻ നോ സിഗ്നൽ ഈസ് അപ്ലൈഡ്. ഇനി സിഗ്നൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ AC ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് DC ഇക്വലൻറ്റ് സർക്യൂട്ട്, എന്താണ് AC ഇക്വലൻറ്റ് സർക്യൂട്ട്, അതിൻ്റെ കേസിലുള്ള ലോഡ് എത്രയാണ് വരുന്നത്, ഔട്ട്പുട്ടിലുള്ള ലോഡാണ് എത്രയാണ് വരുന്നത്, അതുപോലെ മാക്സിമം കലക്ടർ എമിറ്റർ വോൾട്ടേജും മാക്സിമം കലക്ടർ കറൻറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് മെഷർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലോഡ് ലൈന് അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ലോഡ് ലൈൻ അനാലിസിസ്,
അപ്പോൾ ലോഡ് ലൈൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എ സിന് കറസ്പോണ്ടിങ് ആയിട്ടും ചെയ്യണം, ഡി സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യണം. അതിനെക്കുറിച്ചുള്ളൊരു സെക്ഷനാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.